ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ഈ മണ്ണും ഇതിന്റെ പരമാധികാരവും സംരക്ഷിക്കാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിന് ഞങ്ങളുടെ സ്വന്തം ജീവനായാലും ജീവിതമായാലും അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഇറാൻ എന്ന രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈകാരിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ലോകത്തിന് അവർ നൽകുന്ന ശക്തമായ സന്ദേശം ഇതാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിൽ രാജ്യം ഒന്നടങ്കം കണ്ണീരിൽ മുങ്ങി നിൽക്കുകയാണ്. ലോകത്തിന്റെ കണ്ണ് മുഴുവൻ ഇറാനിലെ വിലാപയാത്രകളിലും ശവസംസ്കാര ചടങ്ങുകളിലുമാണ് ഇപ്പോൾ. ഈ ഒരു സങ്കടഘട്ടത്തിൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷ പൂർണ്ണമായും തകിടം മറിഞ്ഞിട്ടുണ്ടാകുമെന്നും തങ്ങൾക്ക് എളുപ്പത്തിൽ കടന്നു കയറാമെന്നുമായിരുന്നു ശത്രുക്കളുടെ കണക്കുകൂട്ടൽ. എന്നാൽ ശത്രുക്കളുടെ ആമോഹങ്ങളെ മുഴുവൻ തവിടുപൊടിയാക്കിക്കൊണ്ട് തങ്ങളുടെ സുരക്ഷാ വലയത്തിൽ ഒരു നൂൽത്തുമ്പ് പോലും അയവ് വരുത്തിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുക്കിനും മൂലയിലും ഇറാന്റെ രഹസ്യ കണ്ണുകൾ അതീവ ജാഗ്രതയിലാണ്. രാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനവും അശാന്തവുമായ തെക്കുകിഴക്കൻ അതിർത്തി മേഖലയായ സിസ്താൻ, ബലൂചിസ്ഥാൻ എന്നീ മേഖലകളിൽ വൻതോതിലുള്ള ഭീകരവിരുദ്ധ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായി ഇറാനിയൻ സുരക്ഷാ ഏജൻസികൾ ഔദ്യോഗികമായി അവകാശപ്പെട്ടിരിക്കുകയാണ്. ഖമേനിയുടെ മരണശേഷമുള്ള ഭൗമരാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് രാജ്യത്തിനകത്ത് വൻതോതിലുള്ള അട്ടിമറികൾക്കും ബോംബാക്രമണങ്ങൾക്കും ചോരപ്പുഴ ഒഴുക്കാനും പദ്ധതിയിട്ട നിരവധി അന്താരാഷ്ട്ര തീവ്രവാദ സംഘങ്ങളെയാണ് ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ചേർന്ന അതിർത്തികളിൽ വെച്ച് തന്നെ കീഴ്പ്പെടുത്തിയത്. പിടിയിലായ ഭീകരർക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇറാൻ ഉന്നയിക്കുന്ന ശക്തമായ ആരോപണം. വിലാപ ചടങ്ങുകളുടെ മറവിൽ രാജ്യം കാവൽ മറക്കുമെന്ന് കരുതി ആധുനിക സ്നൈപ്പർ റൈഫറുകളും സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനങ്ങളുമായി അതിർത്തി കടന്നെത്തിയ വിദേശ ഏജന്റുമാരെ ഇറാൻ സുരക്ഷാ സേന പൂട്ടിയതിനു പിന്നിലെ ഞെട്ടിക്കുന്ന കഥ എന്താണ്? ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിൽ നിൽക്കുമ്പോൾ അതിർത്തിയിൽ ഓരോ ചലനങ്ങളും ഇറാൻ നിരീക്ഷിച്ചത് എങ്ങനെയായിരുന്നു? ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സഹദാൻ, ചബഹാർ, ഇറാൻ ഷഹർ, ഖാഷ്, തഫ്താൻ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലായിരുന്നു ഭീകരവിരുദ്ധ നടപടികൾ പ്രധാനമായും കേന്ദ്രീകരിച്ചത്. IRGCയുടെ പ്രത്യേക സൈനിക വിഭാഗങ്ങളും പ്രാദേശിക നിയമപാലന സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ നിരവധി കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡുകൾ നടത്തി. ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ 5 പ്രധാന ഭീകര പ്രവർത്തകരെ ജീവനോടെ പിടികൂടിയതായും 2 പേർ കൊല്ലപ്പെട്ടതായും ഇറാൻ അറിയിച്ചു. നിഷ്ഹാർ, ബസർ ഇ ഖാൻ മേഖലകളിൽ സുരക്ഷാ കേന്ദ്രങ്ങൾക്കും ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന 5 അംഗ സംഘത്തെയും പിന്നീട് അറസ്റ്റ് ചെയ്തതായി സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു. ഓപ്പറേഷനിടെ പിടിച്ചെടുത്ത ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതാണ്. ഒരു സെമി ഓട്ടോമാറ്റിക് സ്നൈപ്പർ റൈഫിൾ, 3 കലാഷ്നിക്കോവ് റൈഫിളുകൾ, 17 പിസ്റ്റളുകൾ, ഗ്രാനേഡുകൾ, വൻതോതിലുള്ള വെടിക്കോപ്പുകൾ എന്നിവയ്ക്കൊപ്പം 4 ഹാൻഡ് ഹെൽഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും ഒരു സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ടെർമിനലും പിടിച്ചെടുത്തതായി ഇറാൻ അറിയിച്ചു. ഈ ഉപകരണങ്ങൾ അതിർത്തി മേഖലയിലെ സുരക്ഷാ നിരീക്ഷണങ്ങളെ മറികടന്ന് രഹസ്യ ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്നുവെന്നാണ് ഇറാന്റെ ആരോപണം. ആധുനിക സാങ്കേതിക വിദ്യയും ആയുധ സജ്ജീകരണവും ഇവർക്ക് വിദേശ പിന്തുണ ലഭിച്ചിരിക്കുന്നതിന്റെ തെളിവാണെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. പിടിയിലായവരെ കുറിച്ച് ഇന്റലിജൻസ് മന്ത്രാലയം നടത്തിയ പരാമർശവും ശ്രദ്ധേയമാണ്. വിദേശ രാജ്യങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയ ഈ സംഘാംഗങ്ങൾ ബോംബാക്രമണങ്ങൾ, ലക്ഷ്യമിട്ട കൊലപാതകങ്ങൾ, പൊതുജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുന്ന അട്ടിമറി പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് ഇറാനിലേക്ക് നുഴഞ്ഞു കയറിയതെന്നാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. രാജ്യത്തിനകത്ത് വ്യാപകമായ ആക്രമണവും അരാജകത്വവും സൃഷ്ടിച്ച് സുരക്ഷാ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും അധികൃതർ പറയുന്നു. എന്നാൽ അവരുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവരെ തിരിച്ചറിഞ്ഞ് പിടികൂടിയെന്നാണ് ഇറാന്റെ അവകാശവാദം. ഇതിനൊപ്പം ഇറാനിൽ നടന്ന മറ്റൊരു സുരക്ഷാ നടപടിയിൽ വിദേശ ഏജൻസികൾക്ക് വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ച് 6 പേരെ അറസ്റ്റ് ചെയ്തതായും IRGC അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളും ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനങ്ങളും ഉപയോഗിച്ച് രാജ്യത്തിനകത്തെ വിവരങ്ങൾ വിദേശ സംഘടനകളിലേക്ക് കൈമാറാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. ഇതിന് പിന്നാലെ വിദേശ പിന്തുണയോടെ നടന്നതായി ഇറാൻ വിശേഷിപ്പിക്കുന്ന ആഭ്യന്തര ആക്രമണ സംഭവങ്ങളിൽ പങ്കെടുത്ത 17 പേരെയും സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തതായി അധികൃതർ അറിയിച്ചു. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ദീർഘകാല നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഇവരെ തിരിച്ചറിഞ്ഞതെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഈ സുരക്ഷാ നടപടികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് IRGC നാവികസേനാ മേധാവി റിയർ അഡ്മിറൽ അലി ഒസ്മിയുടെ പ്രസ്താവന അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ സന്ദേശത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേൽ ഭരണകൂടത്തിനെതിരായ ദിവ്യപ്രതികാരം വിദൂരമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയുടെ ചുമതലയുള്ള നാവികസേന ഉദ്യോഗസ്ഥർ ഖമേനിയുടെ ആശയങ്ങളും നയങ്ങളും തുടർന്നും ശക്തമായി പിന്തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാന സമുദ്രപാതകളിൽ ഒന്നാണ്. ആഗോള എണ്ണ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ഈ കടൽപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ ഈ മേഖലയുടെ സുരക്ഷയുടെ ചുമതലയുള്ള സൈനിക മേധാവിയിൽ നിന്ന് വരുന്ന ഏതൊരു പ്രസ്താവനയും പശ്ചിമേഷ്യൻ സുരക്ഷാ സാഹചര്യത്തെയും ആഗോള ഊർജ്ജ വിപണിയെയും ബാധിക്കാൻ സാധ്യതയുള്ളതായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാന്റെ ഔദ്യോഗിക നിലപാട് പ്രകാരം ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഒരു നേതാവിനുള്ള യാത്രയപ്പ് മാത്രമല്ല, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും
ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ആശയങ്ങളും സംരക്ഷിക്കാനുള്ള പുതിയ പ്രതിജ്ഞ കൂടിയാണ്. അതിനാൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടത്തിനിടയിലും സൈനിക നേതൃത്വത്തിന്റെ പ്രസംഗങ്ങളിലും പ്രതികാരവും ദേശീയൈക്യവും ശക്തമായി ഉയർന്നു വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇറാൻ ഉന്നയിക്കുന്ന വിദേശ ഇടപെടൽ ആരോപണങ്ങളും അമേരിക്കക്കും ഇസ്രായേലിനുമെതിരായ കുറ്റപ്പെടുത്തലുകളും സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥ, അതിർത്തി സുരക്ഷ, ഭീകരവിരുദ്ധ നടപടികൾ, ഹോർമൂസ് കടലിടുക്കിന്റെ തന്ത്രപ്രാധാന്യം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഇറാനിലെ പുതിയ സംഭവ വികാസങ്ങൾ മേഖലയുടെ ഭാവി സുരക്ഷാ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയുടെ സുരക്ഷാ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് ആഗോള നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.